ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ലഡ്ഡു റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതും ഇതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് മാറ്റാം. നല്ല ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കേണ്ടതായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ പാനിൽ തന്നെയാണ് ഞാൻ നാളികേരം വറുത്തെടുക്കുന്നത്. ഞാൻ 1 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെള്ളമയം പോകത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് റവയും നാളികേരവും തനിത്തനിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കളർ മാറി വരണേ. റവ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടതായിട്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണേ. ഈ പൊടിച്ച കൂട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചാണ്, പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചാണ്. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ 4 ടീസ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 2 ടീസ്പൂൺ പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കി നോക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി പാൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പൊരി കൊണ്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പൊരി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പൊരി ലഡു. പിന്നെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.